ഹലോ വെൽക്കം ബാക്ക് ടു റീജിയൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഇന്ന് ഏർലി മോർണിംഗ് ആണ്. ഞങ്ങളിത് പുലർച്ചയ്ക്ക് എണീറ്റു റെഡി ആയിട്ട് ഞങ്ങളൊന്ന് കൊച്ചി വരെ പോവാണ്. ഞങ്ങൾ കുറേ ആയി പോയിട്ട്, അപ്പോൾ 2 ദിവസം ഒരു ഗ്യാപ്പ് കിട്ടി. ഇന്ന് പോയിട്ട് നാളെ തന്നെ ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ ഇത് മാക്സിമം നേരത്തെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ടൈം അവിടെ കിട്ടുമല്ലോ, പിന്നെ ട്രാഫിക്കും ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളിപ്പോൾ കൊല്ലത്തെത്തി ഗൈസ്, കൊല്ലം. പക്ഷെ ഇപ്പോഴും നേരം വെളുത്തില്ല. കൊല്ലത്ത് ജസ്റ്റ് എത്തിയുള്ളൂ. കൊല്ലം ടൗണിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, അല്ലേ? കുറെ കാലത്തിന്റെ ഇടയ്ക്ക് കൊച്ചിയിലേക്ക് പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് താങ്കളുടെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. ഇപ്പൊ കാണുന്ന എക്സൈറ്റ്മെന്റ് വെറും വയറായി കിടക്കണേ. എനിക്ക് വിശന്നിട്ടാ ഗൈസ്, അതുകൊണ്ടാണ് ഒരു മ്ലാനത. അതിന്റെ എക്സൈറ്റ്മെന്റ്. ഒന്നും ഒരു ഹോട്ടലുകളും ഒന്നും തുറന്നിട്ടില്ല. പുലർച്ചെല്ലത് രാവിലെ 5:50 ആയിരിക്കുന്നു സമയം. കുറച്ച് വെള്ളം തട്ടെ. വിശന്നിട്ടേ ഒരാൾക്ക്. ഓ മൈ ഗോഡ്, ഞങ്ങൾക്ക് അതെ, ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ അങ്ങനെ എവിടെ എത്തി? ആലപ്പുഴ എത്തിയില്ല. ഇപ്പൊ ഹരിപ്പാട് എത്തി. ഇപ്പൊ നല്ല വെയിലായി ഗൈസ്. രാവിലെ നല്ല സുഖം ഉണ്ടായിരുന്നു. ഫുൾ വെയിലായി. കൊറേ ആയി ഞങ്ങളിങ്ങനെ ലോങ് ഡ്രൈവ് പോയിട്ടില്ലേ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തിയിരിക്കുന്നു. ഞങ്ങളിപ്പോ ഫോറം മാള് കണ്ടു, യൂട്യൂബിലൊക്കെ കാണുന്ന സ്ഥലം കണ്ടു. ഞങ്ങളിത് പാലാരിലോട്ടെത്തിയോ നമ്മള്? വൈറ്റിലത് ഞാൻ മറ്റേ ഇത് തപ്പിക്കൊണ്ടിരിക്കുക. മറ്റേ ജയലക്ഷ്മി പുതിയത് പാലാരിലോട്ട് ഓപ്പൺ ചെയ്ത്, നമ്മളത് ഓപ്പൺ ചെയ്തപ്പോ ഇങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ലായിരുന്നു. കൊച്ചിയിലെ ഇത് കടന്നപ്പോ തന്നെ ടോള് കഴിഞ്ഞ് ഇവിടേക്കാണ് കേറിയപ്പോ തന്നെ എന്ത് ഭയങ്കര ഒരു കുളിർമ തോന്നുന്നു. സ്വന്തം നാട്ടിലേക്ക് എത്തുമ്പോഴൊരു സുഖം ഉണ്ടല്ലോ. കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കൊച്ചിയിൽ. നമ്മളെ ഫ്ലാറ്റിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. നടന്നത് കാരണം വേറെ കുറച്ച് പൊടി ഉണ്ടാവും. കുറച്ച് ഞങ്ങളൊരു ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. പക്ഷെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തില്ല ഗൈസ്. സമയം കിട്ടിയില്ല, വിശന്നിട്ട്. അതെ, എത്രയോ കാലത്തിന് ശേഷം വന്നുകൊണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും ഇവിടുത്തെ ഒരു റോഡും കൊച്ചിത്തെ ട്രാഫിക്കും എല്ലാം. ഓരോ ബിൽഡിംഗ് കാണുമ്പോ പോലും എന്തോ ഒരു സന്തോഷം. നമ്മുടെ സ്വന്തം കൊച്ചി അല്ലേ? ദേശീയത്തിന്റെ വണ്ടി പോകും. ഈ മരങ്ങളുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ മരം. അത് നിങ്ങളിന്ന് പനമ്പല്ലിക്ക് കൊണ്ടുപോകാറില്ലല്ലോ. ഞങ്ങൾ ഒന്ന് ലുലു മോള് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പറ്റുമോ? ഹൈറ്റ് ബിലോ 2.3. പറ്റുമായിരിക്കും. നമ്മൾ വണ്ടി ഇവിടെ പുതിയൊരു വഴി ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങൾ കണ്ടുപിടിച്ചതല്ല, പുതിയതായിട്ട് പണിത്. അതൊരു കാര്യം നന്നായി. മറ്റേത് ഇവിടെ വന്നിട്ട് യൂട്ടടിക്കാൻ കഷ്ടപ്പെടായിരുന്നു. സുഖമായിട്ട് തിരിഞ്ഞിങ്ങോട്ട് കയറും. ഇവിടെ എത്രയോ കുറെ പിള്ളേരുണ്ട്. ഇതൊക്കെ സംഭവം തന്നെയാണ്. ദൈവത്തിന് മാത്രം അവര്. ഞങ്ങൾ അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞങ്ങളുടെ സ്വന്തം ലുലു മോളിലേക്ക് ഞങ്ങൾ വന്നു ഗൈസ്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയാല്ലേ നമ്മൾ വന്നിട്ട്. നോമ്പ് കാലമായതുകൊണ്ട് ഫുൾ ഡെക്കറേഷനൊക്കെ നല്ല രസമുണ്ട് കാണാൻ. കുറച്ചും കൂടി ഇരുട്ടാവണല്ലേ, അപ്പോഴേ കാണാൻ ഭംഗിയുണ്ടാവത്തുള്ളൂ.
കറി. വാലറ്റില് ഇവിടെ നോമ്പ് തുറക്കാനുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട്, കുറേ സ്റ്റാളുകൾ. ഇങ്ങനെ പുറത്തിങ്ങനെ ഒരു സ്റ്റോൾ ഉണ്ടാക്കുന്നത് നല്ലതല്ല. നോമ്പ് തുറ കിട്ടുന്ന സ്നാക്സ് അവിടെ നമുക്ക് മേടിക്കാൻ പറ്റും. കാരണം പെട്ടെന്ന് ഇപ്പൊ ഒരാൾക്ക് പുറത്തുനിന്ന് വേണമെങ്കിലും മേടിക്കാം. അല്ലാതെ നമുക്കിപ്പോ സ്നാക്സ് ആയിട്ട് പെട്ടെന്ന് ഒരു ചായക്ക് കടിയായിട്ട് ഇവിടെ നിന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ മേടിച്ച് ഇവിടെ കഴിക്കാം ഇപ്പൊ തന്നെ. ഇവിടെ കുറച്ചുകൂടി ഡീപ്പാക്കിണ്ടല്ലോ, സൈഡിൽ ചെത്തിക്കുന്നുണ്ട്. നമ്മളൊന്ന് മാറി നിന്നപ്പോഴത്തേക്ക് അതുപോലെ സ്പേസ് കൂട്ടി, ഇത്രയും വീതി കുറവായിരുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു, വളരെ കുറച്ച് സാധനങ്ങൾ. കാരണം നാളെ ഒരു ദിവസം ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഫ്ലാറ്റിൽ. അപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ പാരഗണിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. പിന്നെ ലുലുവിൽ വന്നാൽ നമ്മൾ പാരഗൺ ഒരിക്കലും മിസ് ചെയ്യാറില്ല. ഇതേ പിറ്റേ ദിവസം രാവിലെയാണ്. രാത്രി കയറി വന്നപ്പോൾ ഫ്ലാറ്റിലൊക്കെ നല്ല പൊടിയും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ട് തുടച്ചെടുത്തു, അങ്ങനെ ഒരു വിധമൊക്കെ ആക്കി. പിന്നെ ഇത് ഇങ്ങനെയാണ് ഫ്ലാറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ വേഗം അലക്കാനുള്ളതൊക്കെ വേഗം മെഷീനിലിട്ടൊക്കെ അലക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കിങ്ങിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുക്ക് ചെയ്യും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വന്ന് ഇരിക്കും. കാരണം ഒറ്റയടിക്ക് ഇങ്ങനെ ഫുൾ പണിയെടുത്തപ്പോൾ ഒരു ടയേർഡായിപ്പോയി. വന്ന് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നി, അത്രയും പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടനും എന്നെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ മാക്സിമം എല്ലാം ക്ലിയർ ചെയ്തു. പിന്നെ ആകെ ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോകും. പക്ഷെ എന്നാലും ഞങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഏട്ടൻ വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് നേരം എൻ്റെ ബോക്സിങ് ബാഗിൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യണം എന്ന്. ആളുടെ ഒരു ഫേവററ്റ് പ്ലേസ് ആണ്. അപ്പം ഇതൊന്നും നമുക്ക് എന്താ പറയുക ട്രിവാൻഡ്രത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് ആള് അതിൻ്റെ ഓരോരോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ച് നേരം ഒന്ന് ബോക്സിങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ബാഗിനോടൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടായിരുന്നു. ആളുടെ ഒരു ഫേവറേറ്റ് ഒരു ഏരിയ ആണ്. പിന്നെ ഇത് എനിക്ക് കാല് ഭയങ്കര വേദന, കുറേ നേരം നിന്നിട്ട് പണിയെടുത്തിട്ടാന്ന് തോന്നുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം കാല് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇങ്ങനെ മുക്കി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഞാനിങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഏട്ടൻ പറഞ്ഞു എനിക്കും കുറച്ച് വീഡിയോസ് എടുത്ത് തരുമോ. അങ്ങനെ ഞാൻ അതേ വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു. ഇങ്ങനെ നമ്മുടെ ഒരു ഭയങ്കര ഒരു ഫേവറേറ്റ് പ്ലേസാണ് നമ്മളെ ഫ്ലാറ്റ്. കാരണം ഞങ്ങളുടെ എല്ലാ ഗുഡ് മെമ്മറീസും എല്ലാ എന്താ പറയുക ഞങ്ങളുടെ ലൈഫിലെ എല്ലാ ഇതും നടന്നിട്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചി എന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങളെ ബാൽക്കണിയും എല്ലാം ഇങ്ങനെ കുറച്ച് നേരം നിന്ന് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ നിൽക്കുവാണ്. പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്നതും ഉണ്ട്, ഇടയ്ക്ക് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എന്താ പറയുക എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ നല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടന് ഫിഷ് മപ്പാസ് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ